നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത്? അപ്പോൾ ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അതിന്റെ ബെനിഫിഷ്യറീസ് ചിലപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഇന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിനെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ റിലീഫ് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ പറയാം. എന്ന് വിചാരിച്ചിട്ട് ആരാണ് എന്ന് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രസ്റ്റുകളാണ് ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മിക്കവാറും ജനറൽ പബ്ലിക് ആയിരിക്കും. ഡിഫൈൻ ചെയ്യാൻ ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട്ടിൽ ഡിഫറൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇതിന്റെ പേരൻസിന്, ഈ കുട്ടിയുടെ പേരൻസിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാം. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫണ്ട്, ഈ കുട്ടിയുടെ പാരൻസ് ഒരു 50 ലക്ഷം രൂപ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഈ കുട്ടിയുടെ ഇപ്പോൾ അവരുടെ പാരൻസിന്റെ കാലശേഷം ഈ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇതിന്റെ ബെനിഫിഷ്യറി വളരെ ഡിഫൈൻഡ് ആണല്ലോ. ഈ കുട്ടിയാണ് ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ പാരൻസ് എന്ന് പറയുന്നത് സെറ്റിലറാണ്. അപ്പോൾ ഇവരാരെങ്കിലും ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് ഒരു ട്രസ്റ്റീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇവരാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡിഫൈൻഡ് ആണ്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിൽ അതെന്താണ്, അതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് ട്രസ്റ്റ് ആകുമ്പോഴുണ്ടല്ലോ, അതായത് ഇതിന്റെ ടാക്സബിൾ ഇൻകം ഉണ്ട്. കാരണം എക്സംഷന് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ കാരണം ഇതിൽ ജനറൽ പബ്ലിക്കിനല്ലല്ലോ ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എക്സംഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ വരുമാനം ടാക്സബിൾ ഇൻകത്തിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ടാക്സ് വരും. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്ന് വിചാരിക്കും. ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആവും. ദെൻ ടാക്സബിൾ ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും.